രാഹുൽ ആദ്യം പറഞ്ഞാൽ രാഹുൽ തന്നെ റദ്ദ് ചെയ്യുകയാണ്. ഏതാണ് രാഹുൽ പറയുന്ന ഈ മിതവാദികളായ ഈ ഹിന്ദുത്വ ലീഡേഴ്സ് തന്നെയാണ് ഈ ഗോഡ്സേവാദികളെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്പെക്ട്രമാണ്. ഒറ്റ വരി പറയാം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ റൈറ്റിലോട്ടാണ് എക്കണോമിക്കലി സി രാജഗോപാലാചാരി, ആദ്യത്തെ സ്വതന്ത്ര പാർട്ടിയൊക്കെ അവരുടെ കൾച്ചറലി റൈറ്റിലോട്ടാണ് നിൽക്കുന്നത്. RSS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, RSS തന്നെ കുറെ കൂടെ തീവ്ര സ്വരക്കാരാണ്, അല്ലെങ്കിൽ RSS നിന്ന് വിഭിന്നമായ തീവ്ര സ്വരക്കാരാണ് ഹിന്ദു മഹാസഭ. ഒരു കാലത്ത് RSSന് തീവ്രത പോരാ എന്ന് പറഞ്ഞ RSS വിട്ട ആളാണ് ഗോഡ്സെ. അവരാണ് ഈ അഭിനവ് ഭാരത് അടക്കമുള്ള എക്സ്ട്രീം തീവ്രവാദ ലുനാറ്റിക് ഫ്രിഞ്ച് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇടതുപക്ഷത്ത് അർബൻ നക്സലുകൾ ഉള്ളതുപോലെ വലതുപക്ഷത്ത് അർബൻ നാസികളുണ്ട്. അതാണ് ഈ പ്രസാദ് പുരോഹിത് അടക്കമുള്ള പ്രഗ്യ അടക്കമുള്ള ആൾക്കാർ. ഇവരെ പലപ്പോഴും ഇപ്പം നമ്മുടെ ആ ലൈനിലേക്ക് നമ്മുടെ നൂപുർ ശർമ്മ, എന്റെ കൂടെ നല്ല സുഹൃത്താണ്, നൂപുർ ശർമ്മ പോയപ്പോഴും പ്രവാചകനെ മോശമായി ചിത്രീകരിച്ചപ്പോഴും ഇതേവരെ നൂപുർ ശർമ്മയൊന്നും അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഇലക്ഷൻ കൊണ്ടുവരുമായിരിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ ഈ ലുനാറ്റിക് ഫ്രിഞ്ചിനെ, അത് ലെഫ്റ്റ് വിങ് ആണെങ്കിലും റൈറ്റ് വിങ് ആണെങ്കിലും നമ്മൾ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണം. ഒരു മധ്യവർത്തി നയം എടുക്കണം. നമ്മൾ കാണണം ലുനാറ്റിക് ഫ്രിഞ്ച് എലമെന്റ്സിനെ എങ്ങനെ തിരിച്ചറിയും? ഇപ്പൊ നോക്കൂ, സംഘപരിവാറിൽ നിരവധി സംഘടനകളുണ്ട്. അതിൽ ബജ്രംഗ് ദളിനെ നിരോധിക്കപ്പെടേണ്ട ഭീകര സംഘടനയാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ട്. പക്ഷേ ആ അഭിപ്രായം ഒരുപക്ഷെ രാഹുൽ ഈശ്വറിന് ഉണ്ടാവില്ല. ഇങ്ങനെ പ്രശ്നമുണ്ട്. നോക്കൂ, ഇനി അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ അഭിനവ് ഭാരത് സംഘപരിവാറിൽ പെട്ടവരല്ല എന്ന് RSS ആദ്യം പറയും. അവരെ മാറ്റി നിർത്തേണ്ടവരാണ്. എന്നിട്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിയെ പിടിച്ച് MP ആക്കും. ഇത് എങ്ങനെ പറയും? ഇതിൽ ഏതാണ് സംഘപരിവാർ സംഘടന, ഏതാണ് ഫ്രിഞ്ച് എലമെന്റ് എന്ന് തിരിച്ചറിയും. ഞാൻ പെട്ടെന്നൊരു യാഡ്സ്റ്റിക്ക് പറയാം. ഗാന്ധിജിയാണ് ആ ഉരകല്ല്. ഗാന്ധിജി ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു അവർ അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ നാട്ടിൽ പേരെടുത്ത് പറയാം, ശശികല ടീച്ചർ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ബ്രിട്ടീഷുകാർ ഇറക്കിയ ആളാണ് മഹാത്മാഗാന്ധി. ഇത് മോദിജി അംഗീകരിക്കില്ലെന്ന് എനിക്ക് സംശയമൊന്നുമില്ല. കാര്യം ഗാന്ധി സങ്കല്പ യാത്രകൾ എടുപ്പിച്ച ഒരാളാണ് മോദിജി. അതിന്റെ ഒരു ഡൽഹി പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നു, രാജ്ഘട്ടിൽ. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലത്തിൽ ഞാൻ അവിടെ ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുകയും മറ്റും ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മുടെ RSSലെ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത് ജി, ഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളാണ് നമ്മളെന്ന് പറയുന്നതാണ്. ഈ ശശികല എന്നു മുതലാണ് മോദിക്കും ഭാഗവതിനും ഒക്കെ ഗാന്ധിയെ ഓർമ്മ വന്നത്? പണ്ട് മുതലേ ഉണ്ട്. അങ്ങക്ക് ഒരു പക്ഷേ ശ്രദ്ധിച്ചാണ്, RSSന്റെ പ്രാതസ്മരണയിൽ വരെ മഹാത്മാഗാന്ധിയുടെ പേരുണ്ട്. അതായത് മഹാൻ മനുഷ്യരെ നമ്മൾ ഓർക്കണം എന്ന് പറയുന്ന ഒരു പ്രാതസ്മരണയിൽ മഹാത്മാഗാന്ധിയുടെ പേരുണ്ട്. റിജിൽ മാക്കുട്ടിജിയുടെ പാർട്ടിയിലെ സർദാർ പട്ടേൽ അടക്കം RSSനെ പരമാവധി അക്കോമഡേറ്റ് ചെയ്യുന്നു. ശ്യാമപ്രസാദ് മുഖർജി, ആദ്യത്തെ ജനസംഘത്തിന്റെ ആദ്യകാലത്തെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുജിയുടെ മിനിസ്റ്റർ ആയിരുന്നില്ലേ? ഗാന്ധിജി ഉണ്ടായിരുന്നപ്പം ഈ ഫാർ റൈറ്റിനെ മാറ്റി നിർത്തി ഒരു മോഡറേറ്റ് റൈറ്റിനെ കൂടെ നിർത്തുമായിരുന്നു. ഈ ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ചാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, മദൻ മോഹൻ മാളവി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹിന്ദു മുഖമാണ് ഇവരെന്ന്. അപ്പൊ ഇവരെ എല്ലാം കൂട്ടി നിർത്തിയിരുന്നു, ആ ലുനാറ്റിക് ഫ്രിഞ്ചിനെ മാറ്റി നിർത്തിയിരുന്നു. ഗുരുജി ഗോൾവൽക്കർക്കും 2 ഘട്ടമുണ്ട്. ഇത് BJP-ക്കാർക്ക് അറിയാം, പക്ഷേ അവർ പലപ്പോഴും പറയില്ല. ആദ്യ ഘട്ടത്തിൽ ഗുരുജി GD സവർക്കറാൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ഹാർട്ട് ലൈനർ ആയിരുന്നു. അവിടെയാണ് ക്രിസ്ത്യാനി മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണെന്ന് പറഞ്ഞത്. പിന്നീട് ഒരു മോഡറേഷന്റെ പാതയിലേക്ക് എല്ലാരെയും കൊണ്ടുവരണം. സംഘപരിവാറിനകത്തും ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട്, RSSനകത്തും തീവ്രവാദികളുണ്ടെന്നൊക്കെയാണ്. പക്ഷെ നോക്കൂ, അങ്ങനെ ഫ്രിഞ്ച് എലമെന്റ്സ് ഇവരുടെ പ്രവർത്തനത്തിന് വിഘാതമാണെങ്കിൽ, ഗാന്ധി വിരുദ്ധരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഗാന്ധിയുടെ ഫിലോസഫിക്കെതിരായിട്ട് ആളുകൾ RSSനകത്തുണ്ടെങ്കിൽ RSS നടപടി സ്വീകരിക്കാമല്ലോ. അവർ ചെയ്യുന്നില്ലല്ലോ. ഗാന്ധിയൻ സോഷ്യലിസമാണ് BJP-യുടെ ഫൗണ്ടിങ് ഐഡിയോളജീസിലൊന്നും. നിങ്ങൾക്ക് അറിയായിരിക്കും, മോഹൻ ഭഗവത്ജി ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ ഇടയിൽ കുറെ തീവ്രസുരക്കാരുണ്ട്, അവരെ പറഞ്ഞു വിട്ടു എന്ന്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരിൽ വിപ്ലവ വായാടികൾ ഉണ്ടെന്ന് ശ്രീ പിണറായി വിജയൻ അവർ പറയാറില്ല. ഈ എന്റെ രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ മോഹൻ ഭഗവതിന് അങ്ങനെ ഒരു ഉറച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ B. ഗോപാലകൃഷ്ണൻ കേസരിയിൽ ഗാന്ധിയെ ആയിരുന്നില്ല നെഹ്റുവിനെ ആയിരുന്നു ആദ്യം കൊല്ലേണ്ടത് എന്ന് ലേഖനം എഴുതുവോ RSS വാരികയിൽ? അങ്ങനെ ഒരു അഭിപ്രായം അടൽ ബിഹാരി വാജ്പേയിജിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി നെഹ്റുവിന്റെ പോർട്രേറ്റ് എടുത്തു മാറ്റിയത് തെറ്റാണെന്നും അത് തിരിച്ചു കൊണ്ടുവെക്കണമെന്നും വരുന്ന വഴി നെഹ്റുജിയെ തൊഴുതിട്ട് വരണമെന്നും അടൽ ബിഹാരി വാജ്പേയി പരസ്യമായി പ്രസംഗില്ലല്ലോ. പല ഷെയ്ഡ്സ് ഇല്ലേ. നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വാജ്പേയിജിയാണ് കുറച്ചുകൂടെ പഴയ നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ്, കുറച്ചുകൂടെ റൈറ്റിലേക്കാണ് അദ്വാനിജി, കുറച്ചുകൂടെ റൈറ്റിലേക്കാണ് പഴയ ഉമാഭാരതി, വലിയൊരു സബ്ജക്റ്റാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം.